അർജുൻ കണ്ണൂർ രൂപത ഹോളി ട്രിനിറ്റി കത്തീഡ്രലിലാണ്, ഭരണശ്ശേരിയിലും. അർജുൻ കല്യാൺ, ഓ ക്രിസ്മസ് വരവേൽക്കാൻ ഒരുങ്ങി നിൽക്കുകയാണെന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. എങ്ങനെയാണ് ആദ്യം നമുക്ക് പള്ളിയിലെ കാര്യങ്ങൾ അറിയണം, പക്ഷെ ഒപ്പം തന്നെ അർജുനും അടക്കം അവിടെ നിൽക്കുന്നവരുടെയൊക്കെ ഒരു ആഘോഷം ഏത് രീതിയിലാണെന്നൊക്കെ അറിയണം. നോക്കിയേ, ലേബി നേരത്തെ നിന്നപ്പോ നമ്മൾ കണ്ട ആ പിന്നിലെ ദേവാലയത്തെക്കാൾ കളർഫുൾ ആയിട്ടുണ്ടല്ലേ അർജുന്റെ പിന്നിലുള്ള ദേവാലയം. അർജുൻ പോരട്ടെ, പിന്നിലെ ദേവാലയം കളർഫുൾ ആണ്. കളർഫുൾ ആയ വിശേഷങ്ങളൊന്ന് കേൾക്കട്ടെ ഞങ്ങൾ. റോഷ്നി, പിന്നിലെ ദേവാലയത്തിനെ പോലെ തന്നെ കളർഫുൾ ആകാൻ ഞാനും ഒരു തൊപ്പിയൊക്കെ വെച്ച് കുറച്ചുകൂടി കളർഫുൾ ആയിട്ടുണ്ട്. എന്തായാലും ക്രിസ്മസ് കണ്ണൂരിൽ അടിപൊളിയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഹോളി ട്രിനിറ്റി കത്തീഡ്രൽ, ഭരണശ്ശേരിയിലുള്ള ഒരു പ്രധാനപ്പെട്ട ആരാധനാ കേന്ദ്രമാണ്. ഒരുപാട് ആൾക്കാർ, 100, 200, 100 ഒന്നും അല്ല, അതിലും അധികം ആൾക്കാർ ഈ പള്ളിയുടെ പരിസരത്ത് ഇങ്ങനെ തടിച്ചുകൂടി നിൽക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് പുൽക്കൂടുണ്ട്, അതുപോലെ തന്നെ ക്രിസ്മസ് പാപ്പാമാർ റെഡിയാണ്. അതിനു പുറമെ ഈ കരോൾ ഗാനം ഉൾപ്പെടെയുള്ള കലാപരിപാടികളൊക്കെ ഒരു ഭാഗത്ത് സംഘടിപ്പിക്കാനുള്ള സജ്ജീകരണങ്ങളും സംവിധാനങ്ങളൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ പാതിരാ കുർബാന ഉൾപ്പെടെ ഈ പള്ളിയിൽ നടക്കുകയും ചെയ്യും. നമുക്കെന്തായാലും ഇവിടെ വന്നിട്ടുള്ള ആൾക്കാരുടെ വിഷയം എവിടെ നിന്ന് വന്ന കണ്ണൂർ തന്നെയാണ് ക്രിസ്മസ് അടിച്ചു പൊളിക്കാൻ തീരുമാനിച്ചിരിക്കുക. എന്താ നിങ്ങളെ എല്ലാ വർഷവും ഇങ്ങനെ വരാറുണ്ടോ? ഒരു ഉഷാറ് തീരെ പോരാ. ഉഷാറാണ്, നല്ല ഉഷാറല്ലേ, ആഘോഷിക്കാൻ തന്നെ വന്നതാണ്. പിന്നെ കുടുംബമായിട്ടാണ് വന്നത്? അതെ, കുടുംബമായിട്ട് വന്നതാണ്. ഒരുപാട് ആൾക്കാരുണ്ട്, യുവാക്കളും. ഞാൻ പാപ്പിനിശ്ശേരി. കുറച്ച് ദൂരം ഉണ്ടല്ലോ. ഉണ്ട്. 4 കൊല്ലമായിട്ട് വരുന്ന 4 കൊല്ലമായിട്ട് വരുന്ന അടിപൊളി പരിപാടി. പാപ്പിനിശ്ശേരി ആ ഭാഗത്തുള്ളതിനേക്കാൾ കുറച്ചുകൂടി ഉഷാറുള്ള ക്രിസ്മസ് ബേബി വേസ്റ്റ് തൊട്ടുള്ള നമ്മൾ 4 കൊല്ലമായിട്ട് വരുന്ന. അപ്പൊ ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഒരു ഉഷാർ കുറവ്. ഹാപ്പി ക്രിസ്മസ്. ഇല്ല, അതാ നമുക്ക് കാണാം. റോഷ്നി, ശ്രുതി എല്ലാവരോടും കൂടിയാണ് കേട്ടോ. ഇതാ ഒരു ക്രിസ്മസ് പാപ്പമാരൊക്കെ ഉണ്ട് കേട്ടോ. ആ ഫോട്ടോ സെഷനാണ് ഇവിടെ. ക്രിസ്മസ് പാപ്പമാരോടൊപ്പം കുഞ്ഞു മോളൊക്കെ ഉണ്ടല്ലോ. ഹലോ, അയ്യടാ നാളാണ് കേട്ടോ. അഴീക്കോട്. അതായത് കണ്ണൂരിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ടെന്നാണ്. പാപ്പിനിശ്ശേരി, അഴീക്കോട്, അങ്ങനെ പല സ്ഥലങ്ങളിലുള്ള ആൾക്കാർ കണ്ടു. ഇത് ഒരു ക്രിസ്മസ് പാപ്പയോടൊപ്പം ഫോട്ടോ എടുക്കാനുള്ള ഒരു ഫോട്ടോ പോയിന്റ് ആണ് ഇവിടെ ഇപ്പോൾ കാണുന്നത്. ഇതിന് തൊട്ടടുത്ത് തന്നെ പുൽക്കൂട് ഉൾപ്പെടെ. നിങ്ങൾ എവിടെ നിന്ന് വരുന്നവരാ? ഞങ്ങളിവിടെ ഭരണശ്ശേരിക്കാരെ. ഈ ചർച്ചിൽ തന്നെയാണ്. ഉഷാറില്ലാത്ത ഇങ്ങനെ ആതിഥേയരായിട്ടുള്ള ആൾക്കാരാണല്ലോ ഇതിനൊക്കെ ഒരു സംഘാടകത്വം വഹിക്കേണ്ടത്. സംഘാടകത്തിലുള്ള ആൾക്കാർ തന്നെയാണ്. അതെല്ലേ? എങ്ങനെ പേരെങ്ങനെയാ? സാൻഡ്ര ഫ്രം മാംഗ്ലൂർ. ഓ, അടിപൊളി. പിന്നെ ഇനി ഭക്ഷണ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇതിന് കഴിഞ്ഞിട്ട്? കേക്ക് ഉണ്ട്, പള്ളിയിൽ നിന്ന് കേക്കാണ് കിട്ടുന്നത്. കേക്ക് മാത്രമേ ഉള്ളൂ, മറ്റൊന്നുമില്ലേ? വീട്ടിൽ പോയിട്ട് വീട്ടിലെല്ലാം ഒരുക്കി വെച്ചിട്ടാണ് വന്നത്. അവിടെ അപ്പം, സ്റ്റ്യൂ, അതൊക്കെ നോമ്പ് മുറിക്കാൻ. കേക്ക്, വൈന്. കേട്ടോ. അർജുനെ, മറ്റത് എന്താണ് ഉദ്ദേശിച്ചത്? വൈൻ കേക്കും ഉണ്ട്. വെറൈറ്റിയാണ്, കണ്ണൂരിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള വൈൻ കേക്ക്. അല്ല, വൈനല്ല, കേക്ക് മിസ് ചെയ്യുന്ന ഉദ്ദേശിച്ചത്. വൈന് കുഴപ്പമില്ലല്ലേ? ക്രിസ്മസ് ആകുമ്പോൾ ഇച്ചിരി വൈനൊന്നും കുടിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. പിന്നെ അതില്ലാതെ എന്ത് ക്രിസ്മസ്? വൈനില്ലാതെ പിന്നെ എന്ത് ക്രിസ്മസ് എന്നാ ചോദ്യം. എന്തായാലും ഒരു ഭാഗത്ത് ഇപ്പോൾ നമുക്കതിൻ്റെ കരോൾ ഗാനം കൂടി തുടങ്ങിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഇവിടെ പാതിരാ കുർബാന ഉൾപ്പെടെയുള്ള കാര്യം. നമുക്കൊരു പുൽക്കൂട് കൂടി കണ്ട് നമ്മൾ കരോൾ ഗാനത്തിലേക്ക് പോകാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു വലിയ പുൽക്കൂടാണ് ക്രിസ്മസിന് ഒഴിച്ചുകൂടാൻ വേണ്ടി ഏട്ടാ ഒരു ചെറിയ സൈഡിൽ ഒരു പുൽക്കൂടൊന്ന് കാണിച്ചു കൊടുക്കട്ടെ നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടി. ഇതാണ് ഇവിടുത്തെ, അതായത് കണ്ണൂർ ഭരണശ്ശേരിയിലുള്ള പള്ളിയിലെ പുൽക്കൂടാണ് നമ്മൾ കാണുന്നത്. അതീവ മനോഹരമായി ഒരുക്കിയിട്ടുണ്ട് പുൽക്കൂട്. എടാ മോൻ എന്തുണ്ട്? ഇവന്റെ തൊപ്പിയാട്ടോ കുറച്ച് നേരത്തെ ഞാൻ അടിച്ചു മാറ്റി തൽക്കാലത്തേക്ക് ഉപയോഗിച്ചതല്ലേ? തൊപ്പി വേണോ എനിക്ക്? കുറച്ച് കഴിഞ്ഞിട്ട് മതി തൽക്കാലത്തേക്ക്. ഈ തൊപ്പിയൊന്ന് ഇവൻ അതുകൊണ്ട് എൻ്റെ പുറകെ തന്നെ നടക്കുക. ഞാൻ എവിടെയൊക്കെ പോകുന്നുണ്ടോ എൻ്റെ പുറകെ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. നിന്റെ പേരെന്താ? സമന്യു. എവിടെയാ സ്ഥലം? എവിടെയാ? തെക്കമ്പാറക്കണ്ടി. ശരിക്കും അളവിലാണോ? ക്രിസ്മസ് ആഘോഷിക്കാൻ വന്നാണ്? അതെ. സ്കൂളിലൊക്കെ ക്രിസ്മസ് ആഘോഷിച്ചോ? ആഘോഷിച്ചോ? എങ്ങനെയുണ്ടായിരുന്നു സ്കൂൾ ആഘോഷം? അടിപൊളിയായിരുന്നു. ആണല്ലേ? പിന്നെ പുൽക്കൂടും കേക്കും ഒക്കെ ഉണ്ടാക്കി അടിപൊളിയായിട്ട് ആഘോഷിച്ചു. അതെ, ആഘോഷിച്ചല്ലേ? ക്ലാസ്സിലെ എല്ലാ ഫ്രണ്ട്സും ഒപ്പരല്ലേ ആഘോഷിച്ചേ? കൂടാതെ കരോളിൽ പോയി. എവിടെ പോയി? നമ്മള് കല്ലോടത്ത്, പിന്നെ അലവിൽ ആറാങ്കോട്ടോ അവിടെ ചുറ്റിട്ടാ വന്നത്. എങ്ങനെ പാട്ടുപാടി പോയോ? ബത്ലഹേമിന്റെ മാറിലൊരാരോമൽ ഉണ്ണി പിറന്നല്ലോ. കരോള് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് സാധാരണ രീതിയിൽ കരോള് കുറവായിരിക്കുന്നതാണ് പറയുന്നത്. സാധാരണ ഈ ക്രിസ്മസിന്റെ തലേ ദിവസങ്ങൾ, അതായത് 23-ാം തീയതി 22-ാം തീയതി ഒക്കെ പള്ളികളുടെ ഭാഗമായിട്ടുള്ള കരോളുകൾ പലയിടത്തും പോയി. ഇന്ന്
പള്ളികളിൽ മാത്രമായിരിക്കും കരോൾ ഉണ്ടാവുക എന്നാണ് പറയുന്നത്. നമുക്ക് ഒരു ദൃശ്യം കൂടി കഴിഞ്ഞതിന് ശേഷം മറ്റ് വിശേഷങ്ങളിലേക്ക് വരാം. ഇപ്പോൾ ഇവിടെ ഈ കരോൾ ഗാനം ഈ പള്ളിയുടെ ഭാഗമായിട്ടുള്ള നിരവധിയായിട്ടുള്ള സ്ത്രീകളും അതുപോലുള്ളവർ, ഇതാ നമുക്കൊരു അതിഥി, നമ്മളോടൊപ്പം ഒരു അതിഥി കൂടി ചേരുന്നുണ്ട്. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നമ്മളോടൊപ്പം അതിഥിയായി ചേരുകയാണ്. മിനിസ്റ്റർ, എന്നിട്ട് ക്രിസ്മസ് ഒക്കെ പിന്നെ അടിപൊളിയാണോ? അടിപൊളി ക്രിസ്മസ് അതിൻ്റെ ആന്തരികമായ ചൈതന്യം പ്രഭാവം ഉൾക്കൊണ്ടുകൊണ്ട് സർവമത സൗഹാർദ്ദത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ അതിന് പ്രതീകമാണ്. മിനിസ്റ്ററുടെ മുഖത്തൊരു ഒരു അത്രയധികം ഒരു ഉഷാറ് കാണുന്നില്ലല്ലോ. ക്ഷീണിച്ചോ ഇന്ന് രാവിലെ മുതൽ ഓടിയിട്ട്? ഇന്ന് രാവിലെ മുതൽ ഓടിയത് കൊണ്ട് ക്ഷീണിച്ചോന്ന്? ക്ഷീണിച്ചത്. അർജുൻ, വീട്ടിലെന്താണ് സ്പെഷ്യൽ എന്ന് ചോദിക്കൂ കടന്നപ്പള്ളിയോട്. ഭാഗമായി അദ്ദേഹം തിരക്കിൽ മുന്നോട്ട് നീങ്ങുകയാണെന്ന് തോന്നുന്നു അല്ലേ? മിനിസ്റ്ററെ, ഒരു കാര്യം കൂടി, അതായത് ഇന്നിപ്പോ വീട്ടിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ടുണ്ടോ? വീട്ടിലൊന്നുമില്ല. ഭക്ഷണം, എല്ലാ ആഘോഷങ്ങളും പരിപാടികളും ഇവിടെ. അതായത് ഇന്ന് മിനിസ്റ്റർ പറയുന്നത് വീട്ടിൽ പ്രത്യേകിച്ച് ആഘോഷമൊന്നുമില്ല, എല്ലാ ആഘോഷവും പള്ളിയിലാണ് എന്നുള്ളതാണ്. നമുക്കിപ്പോൾ കരോൾ ഗാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് കൂടി നമുക്ക് പോകാൻ വേണ്ടി കഴിയും. ഈ പള്ളിയിലെ തന്നെ വിശ്വാസികളായിട്ടുള്ള ഇതിൻ്റെ പരിസര പ്രദേശങ്ങളിലുള്ള സ്ത്രീകളും അതുപോലെ തന്നെ യുവാക്കളും ഒക്കെ ചേർന്നൊഴുക്കുന്ന ഒരു കരോൾ ഗാനമാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പള്ളിയിലൊക്കെ ഇങ്ങനെ കരോൾ ഗാനങ്ങളിലൊക്കെ മുഖരിതമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ക്രിസ്മസ് എത്തുക എന്ന് പറയുമ്പോൾ ഈ അർജുൻ കല്യാട് വന്നപ്പോഴങ്ങ് ക്രിസ്മസ് വൈബ് എത്തിയല്ലേ? കളറായി അല്ലെ? സാധാരണ നമ്മൾ ഈ നമ്മൾ വാർത്തകളിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ആഘോഷങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോൾ തിരുവനന്തപുരം അല്ലെങ്കിൽ കൊച്ചിയിലത്തെ കാര്യങ്ങളാണ് കൂടുതലായിട്ട് പറയുന്നത്. പക്ഷേ കണ്ണൂർ ഒട്ടും മോശമല്ല എന്ന് കാണിച്ചു തന്നല്ലേ?